പ്രഭവ കേന്ദ്രമായ മുണ്ടക്കയിൽ നിന്നാണ്. ചൂരൽമലയിൽ നിന്ന് സുജയ പാർവതിയും നമുക്കൊപ്പം ചേരുന്നു. സുജയ പാർവതി, കടന്നു പോകുന്ന വഴികളിൽ കാണുന്ന കാഴ്ചകൾ പ്രേക്ഷകരോടൊന്ന് കാട്ടിക്കൊടുക്കും. ായിട്ടുണ്ട്. ഞാൻ സംശയിക്കുന്നു, ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു വീടിന്റെ മുകളിലാണോ എന്നറിയില്ല. കിണറുകൾ ഒക്കെയുള്ള സ്ഥലമാണ്. അതുകൊണ്ട് നമ്മൾ നീങ്ങുന്ന വഴികളിൽ എവിടെയൊക്കെ അപകടമുണ്ട് എന്ന് നമുക്കറിയില്ല. നമ്മൾ അവിടേക്ക് ആ ഭാഗത്തേക്ക് പോവുകയാണ്. ഇവിടെ ഇപ്പോൾ പലയിടങ്ങളിലും മണ്ണ് മൂടിക്കിടക്കുന്നത് കാണാം. ഇവിടെ എല്ലാം ജനവാസ കേന്ദ്രങ്ങളായിരുന്നു എന്നതാണ് നാട്ടുകാർ നമ്മളോട് പറയുന്നത്. മലയിൽ വീടുകൾ മണ്ണിനടിയിലായിട്ടുണ്ട്. ഞാൻ സംശയിക്കുന്നു, ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു വീടിന്റെ മുകളിലാണോ എന്നറിയില്ല. കിണറുകൾ ഒക്കെയുള്ള സ്ഥലമാണ്. അതുകൊണ്ട് നമ്മൾ നീങ്ങുന്ന വഴികളിൽ എവിടെയൊക്കെ അപകടമുണ്ട് എന്ന് നമുക്കറിയില്ല. നമ്മൾ അവിടേക്ക് ആ ഭാഗത്തേക്ക് പോവുകയാണ്. ഇവിടെ ഇപ്പോൾ പലയിടങ്ങളിലും മണ്ണ് മൂടിക്കിടക്കുന്നത് കാണാം. ഇവിടെ എല്ലാം ജനവാസ കേന്ദ്രങ്ങളായിരുന്നു എന്നതാണ് നാട്ടുകാർ നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തൊക്കെ എവിടെയൊക്കെയാണ് ആളുകളെ കാണാതായതെന്നറിയില്ല. അതിനായിട്ടുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. സൈന്യത്തിനൊപ്പം തന്നെ ഈ ഭാഗത്തുള്ള ആളുകൾ, ഒപ്പം വോളണ്ടിയേഴ്സ് ഒക്കെ എത്തി ഇവിടെ പരിശോധിക്കുകയാണ്. മണ്ണിനടിയിൽ മനുഷ്യർ പെട്ടുപോകാൻ സാധ്യതയുള്ള വെള്ളോർമലയിലെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീടുകളൊക്കെ ഒലിച്ചു പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വീടുകൾ മണ്ണിനടിയിലായിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നതിൻ്റെ എനിക്കൊപ്പം തന്നെ ഉയരത്തിൽ ഇവിടെ മണ്ണ് ഉയർന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഇവിടെ ഒരു വീട് ഈ മണ്ണിനടിയിലേക്ക് താഴേക്ക് ഇടിഞ്ഞു വീണ് കിടക്കുന്നുണ്ട് എന്നതാകാം. ഇപ്പോൾ ഇവിടെ ഇതുവഴിയുള്ള യാത്രയും വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് ഇനി പോകേണ്ടത് അങ്ങോട്ടാണ്. അവിടെയും കുറേ വീടുകൾക്കുള്ളിൽ ആളുകൾ ഉണ്ടാകും എന്നുള്ള സൂചന കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അരുൺകുമാർ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത്. രക്ഷാപ്രവർത്തകർക്കൊപ്പം നമ്മളും അവിടേക്ക് നീങ്ങുകയാണ്. ഇതിപ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ വിജെ സൂക്ഷിക്കണം. നമുക്ക് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെള്ളോർമല ഭാഗമാണ്. വെള്ളോർമലയിൽ ഇവിടെയൊക്കെ വീടുകൾ ഉണ്ടായിരുന്നു. ആളുകളുടെയൊക്കെ ശരീരം കിട്ടിയ ഭാഗങ്ങളാണ് ഇവിടെ. ഇനിയും ആളുകളുണ്ട്. ഇവിടെയുള്ള എല്ലാവരെയും കിട്ടിയിട്ടില്ല. ഇവിടെയൊക്കെയാണ് അരുൺ ഒരു കുടുംബത്തിലെ മുഴുവൻ ആളുകളെയും കാണാതാവുകയും അതിൽ ഒരാളുടെയൊക്കെ മൃതദേഹം കിട്ടുകയും ചെയ്തത്. അതുകൊണ്ട് ബാക്കിയുള്ളവർ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാകും, അല്ലെങ്കിൽ അവരുടെ മൃതദേഹം സുരക്ഷിതമായി പോകും. വെള്ളാർമലയിൽ ഇന്നലെ പൂർണ്ണമായും രക്ഷാപ്രവർത്തനം നമുക്ക് പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നില്ല. പ്രതികൂലമായ ഒരു കാലാവസ്ഥയുണ്ടായിരുന്നു. അവിടെ വരുന്ന കാഴ്ചകൾ, മരത്തടികൾക്കിടയിൽ കൂടുതൽ മൃതദേഹങ്ങൾ കുടുങ്ങിക്കിടക്കാൻ സാധ്യതയുണ്ടെന്ന് VS രഞ്ജിത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നു.